പഴനിമല മുരുകന് പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ മാർഗഴിത്തിങ്കളോ ജ്ഞാനപ്പഴോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര ണക്ക് തില്ലം തില്ലം തളാങ്കണക്ക ചെണ്ടമൃദംഗം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയടി മേളം ഓ കാവടി മേളം ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പേറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലം പിരിവെട്ടി ടോതിര കടകം ഒരുടിയും തടയും താളം ഓ കടകൻ താളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ ഹേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാൾ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ വെങ്കടേശ നക്കില മുക്കില വായില കുന്നിലെ മുച്ചു പീരാന്തിക്ക് തേവാരത്തിനും തൈമാസത്തിനും കല്യാണത്തിനും കറുകറുകെ കറുത്ത മുത്തേ ചോളം ജമയും കൊയ്തെടുത്തി തങ്കമെട് തട്ടാഞ്ച കാമാരിയമ്മൻ കുടമെട് ഹക്കുടമെട് ഹേ ധാങ്കണക്ക ഹേ തളങ്കണക്ക ഹേ ധാങ്കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചണ്ടമൃദംഗം മേലെ കാവിൽ പൂരക്കാവടി വീലിക്കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം തൃത്താല ശങ്കരനുണ്ണി കുടമാളൂർ കേശവൻ അങ്ങനെ പല കൂട്ടം കൊലകൊമ്പൻ നിരന്നേ അമ്പോറ്റി തമ്പ്രാൻ ഗണപതി വമ്പേറ്റും വാമനമൂർത്തി വരമേകാൻ മനതാരി തെളിഞ്ഞേ എതിരെ ഇനിയും അരുത് കുരുതി മകനെ കലികാല കുലദൈവമേ ഹേ ആലങ്ങാട്ട് ചേന്നച്ചാരുടെ ചെറുമകളവളുടെ കടപിഴി അമ്പിത്തുമ്പിലുടക്കി കച്ചമുറുക്കി മെഴുക്കു വഴുക്കി ചുറ്റി നടന്നിട്ടമ്പലമുറ്റത്തരയാൽ തറയിൽ കഥകളി മേളം കണ്ടു മടങ്ങി വരുമ്പോൾ കീചക വേഷം ചുറ്റി രമിച്ചു കുഴഞ്ഞതും ഉച്ച കഴിഞ്ഞതും അയ്യയ്യേ മച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ ധാങ്കണക്ക ഹേ തളാങ്കണക്ക ഹേ ധാങ്കണക്ക തില്ലം തില്ലം തളാങ്കണക്ക ചെണ്ടമൃദംഗം മേലെ കാവിൽ പൂരക്കാവടി വീലിക്കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം കാറ്റാടിക്കൊമ്പിൽ ഇരുന്നൊരു കാക്കാത്തി വിരുന്നു വിളിച്ചോടി എന്നു മറിമായം വേണ്ട കുമ്പാള കോണകമോടെ കുഞ്ഞാന കളിച്ചു നടക്കും കരുമാടി ചെറുക്കാനി പോടാ എരിയും പൊടിയിലെരിഞ്ഞു കരിഞ്ഞ കഴുക്കോൽ കൂരാതെ എൻ മാമനെ ഹേമാക്രിക്കൂട്ടം കച്ചേരിക്കായി സ്വരജതി പറയുമോ രട്ടക്കുണ്ടു കുളത്തിൽ ചാടി ഇടവഴി പെരുവഴി ഓടി മറഞ്ഞും ഭൂതപ്രേത പിശാചു കണക്കി കൂകി വിളി കാടുകുലുക്കി കൊമ്പുകുലുക്കി കരിവനായി മതമ്പാടോടെ കരിമ്പു കണക്കുതിരിമ്പി ഉടിച്ചും അയ്യയ്യേ മച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ ധാങ്കണക്ക ഹേ തളാങ്കണക്ക
ഏതാങ്കണക്ക തില്ലം തില്ലം തളാങ്കണക്ക ചെണ്ടമൃതങ്കം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയുടെ മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം പൊടിപ്പ കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം. ചോദിച്ചോക്കാം. അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു. ഷാനിക അബി എന്തോ സാർ? നന്നായിട്ട് പാടാണ്. താങ്ക് യു സാർ. രണ്ടാമത്തെ മുരുകന്റെ പാട്ട് അവൻ കറക്റ്റായിട്ട് രണ്ടാമത്തെ തവണ വരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഇത് ഭയങ്കര ഗ്രിഡിൽ വീഴേണ്ട പാട്ടാണ് അബി. കറക്റ്റ് ടെമ്പോയില്. കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ. കാരണം ഇങ്ങനെ കട്ടക്കട്ട കിട്ടക്കട്ട കട്ടക്കട്ട കട്ടക്കട്ട കട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിറിക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചരണത്തിൽ ഒക്കെ കുറച്ച് ടെമ്പോ ഒന്ന് പോയി. ഇത് കറക്റ്റ് ഗ്രിഡിൽ ടെമ്പോയില് വീണില്ലെങ്കിൽ ഈ പാട്ട് കേൾക്കാൻ ഒരു നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്ന് തോന്നും. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കാണിച്ചില്ലേ, അത് കറക്റ്റ് ഗ്രിഡിൽ വീഴാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഗ്രിഡിൽ വീണില്ല. പിന്നെ ചരണത്തിലൊക്കെ. പിന്നെ മാക്രിക്കൂട്ടത്തിന് എന്തോ സംഭവിച്ചു. എടാ ഒന്ന് പാടോടാ. ഹേമാക്രിക്കൂട്ടം കച്ചേരിക്കായി സ്വരജതി പറയുമോ രട്ടക്കൊണ്ടുകുളത്തിൽ ചാടി ഇടവഴി പെരുവഴി ഓടി മറഞ്ഞും ഭൂതപ്രേത പിശാചു കണക്കെ കൂകി വിളിച്ചു കാടുകുലുക്കി കൊമ്പുകുലുക്കി കരിവരനായി മതം പാടും മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് പിന്നെ അവസാനത്തെ എൻഡ് പല്ലവിയിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ആ ഹമ്മിങ് അത് പക്ഷെ നല്ല ഓളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ചുകൂടി കുറച്ചുകൂടി ഒന്ന് ഗുമ്മാവാമായിരുന്നു എന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു. ഓക്കെ. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ഗ്രിഡിൽ അല്ലെങ്കിൽ ടെമ്പോ ലോക്കിൽ ഇത് വീണില്ലെങ്കിൽ നമുക്കിങ്ങനെ അടിക്കും ആ ഒരു കാര്യം. അത്രേ ഉള്ളൂ. ഓക്കെ. ബാക്കി എനർജിയും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ എന്തോ സാർ? മോനെ നല്ല എന്താ പറയണ്ട ഒരു ഓളമുള്ള പാട്ട് കേട്ടോ. ഇത് ഒരു ഏത് സ്റ്റേജിൽ പാടിയാലും ജനങ്ങൾ ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു പാട്ടാണ്. ഇതില്ലാത്ത ഗാനമേളകളില്ലല്ലോ. അതെ. അപ്പം അത് നന്നായിട്ട് പാടി. എനിക്ക് തോന്നുന്നത് എടാ കുറച്ചും കൂടെ ആ പാട്ടിൻ്റെ ഒരു വികാരം ഉണ്ടല്ലോ, അത് നിൻ്റെ ബോഡിയിലും നീ പറയുന്നതിലും ഒക്കെ ആകാമായിരുന്നു മോനെ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അല്ല ഒരു സാധാരണ ഇപ്പോൾ ഒരു സോഫ്റ്റ് മെലഡി പാടുന്ന വികാരമല്ല ഇതിന് വേണ്ടത് അല്ലേ? അപ്പം അത് കുറച്ചും കൂടെ ആകാമായിരുന്നു. അതുകൊണ്ടാണ് എന്തോ ഒരു 5 വയസ്സായുടെ കുറവ് പാടുമ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ഷാൻ പറഞ്ഞില്ലേ ഈ ലയം എന്ന് പറയും നമ്മൾ താളത്തിൽ, അതൊരിക്കലും മിസ് ചെയ്യരുത്. കാര്യം അത് ഇങ്ങനെയുള്ള പാട്ടുകൾ മോനെ പിന്നെ ഈ ലിറിക്കെല്ലാം കൂടെ നീ എങ്ങനെ ഓർമ്മ വെച്ചോ? സത്യം കേട്ടോ. അതിന് വലിയൊരു 4 പേജ് ഇതുണ്ടാവും. 1 2 3 4. റെഗുലർ ആയിട്ട് പാടുകയാണെങ്കിൽ നമുക്ക് എന്നാലും ഒന്ന് റെഫർ ചെയ്യണം. പിന്നെ അതിന് സമ്മതിച്ചു. ഒരു തുണ്ടും എഴുതാതെ ഇത്രയും കാണാതെ പഠിച്ച് പാടിയില്ലേ, അത് വലിയ കാര്യം. അത് അസാധ്യമാണ്. പിന്നെ ഈ മാക്രി കൂട്ടത്തിനൊക്കെ കാര്യം നീ നോക്കണം. കുറച്ച് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു മാക്രിക്ക്. മാക്രിയാണ് നമുക്ക് ക്ഷമിക്കാം. എടാ ഗോൾഡൻ മൈക്കേ നീ കലക്കിയിടാ. ഇതിനിടയ്ക്ക് നിനക്ക് കിട്ടിയ ഏരിയ നീ പൂന്തങ്ങ് വിളയാണ് കേട്ടാ. അതൊക്കെയാലും കൊള്ളാം. മക്കളെ ആ ചരണത്തിന്റെ എൻഡിൽ വരുന്ന ആലാപൊന്ന് നമുക്ക് പാടിയാലോ ചുമ്മാ രസത്തിന്? സൂപ്പർ. ആ ഡാങ്കണക്കൊക്കെ ഒരു ആ ഡാങ്കണക്ക ആ തിങ്കടക്ക അങ്ങനല്ലല്ലോ. ഡാങ്കണക്ക വരട്ടെ. ാങ്കണക്ക തില്ലം തില്ലം തളാങ്കണക്ക ചെണ്ടമൃതങ്കം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി ചിരിക്കിടാ. ഹാപ്പി സോങ്. താങ്കണക്ക തില്ലം തില്ലം തളാങ്കണക്ക ചെണ്ടമൃതങ്കം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പേറ്റടി പൂടിക്കടകൻ ചാടിക്കെട്ടി വലം പിരിവെട്ടി ടോതിര കടകമുരുടിയും തടയും താളം ഓ കടകൻ താളം. മോനെ അത് കുറച്ച് സന്തോഷമായിട്ട് പാടിയാൽ മതിയടാ. അത് കിട്ടിപ്പോ നീ ഒന്ന് ചിരിച്ചപ്പോ എന്ത് വ്യത്യാസമാണ് ഉള്ളത്. പക്ഷേ ചുമ്മാ അത് തളന്ന് താങ്കടൊക്കെ നീ അങ്ങോട്ട് ചിരിച്ചാലും നല്ല ഗുമ്മാണ്. എന്ത് രസമുണ്ട് ഇപ്പൊ പാടുമ്പോ.
കേട്ടോ. എന്നാലും അവസാനം ആയപ്പോഴത്തെ ചിരി അങ്ങ് പോയി. നിനക്ക് ചിരിക്കാൻ മടിയാണ്, ചിരിക്കാൻ മടിയാണ്. പെട്ടെന്ന് എന്തിനാണ് ചിരി വരുന്നത്? പെട്ടെന്ന് ചിരി വന്നാൽ ഭ്രാന്തന്റെ ലക്ഷണമാകുമ്പോൾ പെട്ടെന്നല്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചിരിക്കുമോ? ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കുമോ? ആണോ? എന്നാ ഒരു തമാശ പറ ഷാനെ. എന്തൊരു തമാശ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് കട്ടിങ് ഇറ്റ് ഷേവിങ്. അല്ല അതിന് കോമഡി ആടാ അത്. ചിരിക്ക്. ഈ സെയിം ഡയലോഗ് ഇവൻ അറിയാ. എന്നാ പറ മോനെ കേക്കട്ടെ. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. എടാ ഇത്രയും ചിരിക്കാൻ അറിയാവുന്ന ഒരുത്തനാണോ ഈ ടാങ്കണൊക്കെ ഇങ്ങനെ ആക്കിയത്? ഒക്കെ എടുത്തിട്ടിരിക്കും കേട്ടാ ഞാൻ. അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ സോങ് വീഡിയോ കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ശരിക്കും കണ്ടിട്ടുണ്ടോ? ലാലേട്ടൻ എങ്ങനെയാണ് ആ പാട്ടിൽ നിന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇവര് ഡാൻസേഴ്സിന്റെ എനർജി കണ്ടോ ബാക്കിൽ? നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സെലിബ്രേഷൻ റൗണ്ട് എന്നുള്ളതും കൂടെ അതൊരു ആഡഡ് ബോണസ് ആവും നമുക്ക്. ശരിക്കും ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ എനർജി വരുന്നത് ഓൾസോ നമ്മളിപ്പോൾ നീ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് മറ്റേ എന്താണ് അമ്പലപ്പുഴ പാടാൻ പോണ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ ആകെ ഒരു എനർജി ഞാൻ പറഞ്ഞ ആ ഒരു സോങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുണ്ട് മടക്കി കുത്തി. അപ്പൊ ഇടയ്ക്കൊരു അങ്ങനത്തെ ഒരു ചില ഗിമിക്സ് ഒക്കെ ആവാം. എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ. നമുക്ക് ഒരു പെർഫോമർ എന്നുള്ള പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നാച്ചുറലായിട്ട് വരണം. പക്ഷെ അത് വന്നോളും. പക്ഷെ അതൊരു എനർജിയും കൂടി തരും നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലോയിലും ആ മൂവ്മെന്റും കുറച്ചൊക്കെ ഇപ്പോൾ എന്താണ് ബല്ലെ 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 അതിനൊരാൾ അവിടെ സൈഡിൽ നിന്ന് പാടേണ്ട ആവശ്യമില്ല, നീ തന്നെ പാടാതെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെ അങ്ങനത്തെ ആക്ച്വലി കറക്റ്റാ പറഞ്ഞത്. നിനക്ക് പാടായിരുന്നത് അവിടെ ഇതിപ്പോ നമ്മള് മറ്റേ പണ്ടത്തെ കാലമല്ല, നമ്മള് കോറസ് സിംഗേഴ്സ് ബാക്കിലുണ്ട്, അവര് പാടുന്നത് അവര് പാടിക്കോളും, നമ്മള് ഈ പാട്ടിന്റെ ഈ ഭാഗങ്ങൾ മാത്രമേ പാടുള്ളൂ, അങ്ങനൊന്നും ഇല്ല സംഭവം. ഇത് തന്റെ ഇയാളുടെ പെർഫോമൻസ് ആണത് അല്ലേ? സോ യു ഹാവ് ടു ലൈക്ക് ടേക്ക് ഫുൾ ചാർജ് അതിൽ. അപ്പോ ഏതാങ്കനൊക്കെ അപ്പൊ ആ ത്രോ വരണമെങ്കിൽ നമ്മള് വെറുതെ ഏതാങ്കനൊക്കെ ഞാൻ പാടിയാലും അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ. അപ്പോൾ അത് ശരിക്കും ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ വോയിസിൻ്റെ ത്രോന്ന് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബല്ലെ അവിടെ സൈഡിലൊരു എക്സ്ട്രാ എന്താണ് അതിനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് വെക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ മ്യൂസിക് മാത്രമല്ലേ ഉള്ളൂ, തനിക്ക് അവിടെ പാടുന്നൊന്നുമില്ലല്ലോ. ഓൺലി ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? സോ അത് യു ഹാവ് ടു ടേക്ക് ഓവർ ദാറ്റ്. ചിലപ്പോൾ ഇവൻ ആ ബല്ലെ പാടിയായിരുന്നെങ്കിൽ മറ്റേ താങ്കടൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ എനർജി ഇറ്റ് വർക്ക്സ്. നമുക്കത് ആഡ് ചെയ്യും. നമുക്കതൊരു ഇപ്പൊ പറഞ്ഞില്ല എല്ലാ ഗാനമേളയിലും ഈ പാട്ട് ഇപ്പൊ എം ജി ചേട്ടൻ തന്നെ ഇത് പാടുമ്പോഴത്തേക്കും പുള്ളി തന്നെ ഡാൻസ് ചെയ്ത് പോകും. ആ സ്റ്റേജിൽ അത് പാടുമ്പോഴത്തേക്കും അത്രയ്ക്കും ഇത് എൻജോയ് ചെയ്താണ് പാടുന്നത്. അപ്പോൾ ആ ക്രൗഡ് അത്രയും തന്നെ കൂടുതൽ എൻജോയ് ചെയ്യും. നമ്മൾ വെറുതെ ഇങ്ങനെ നീറ്റായിട്ട് ഇത് അങ്ങനെ നിന്ന് പാടേണ്ട ഒരു പാട്ടല്ല അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നല്ലായിരുന്നു. അല്ലെങ്കിൽ ലൈക്ക് നേരത്തെ ചരത്തേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും വാക്കുകളൊക്കെ എനിക്ക് ലിറിക്സ് ഇല്ലാണ്ട് എൻ്റെ പാട്ടിൽ തന്നെ ചില പക്ഷേ ഈ ഒരു പോയിന്റാണ് ഞാനിപ്പോൾ തുടക്കം മാംഗല്യം അല്ലെങ്കിൽ ഒരു മധുരക്കിനാവൊക്കെ എനിക്ക് കുറേ സ്റ്റേജസിൽ പാടിയിട്ടുള്ളതുകൊണ്ട് ലിറിക്സ്. പക്ഷേ ഇത് വേറെ ടൈപ്പാണ്. ഇത് ഇങ്ങനെ ഒന്നാമത് ടങ് ട്വിസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പടകാളിയൊക്കെ പാടുന്ന പോലെയാണ്. അതുപോലത്തെ ഒരു സോങ് ആണിത്. സോ എനിവേ ഓൾ ദി ബെസ്റ്റ്. നല്ലായിരുന്നു. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കേ, ശരത് സർ 8 marks. താങ്ക് യു സർ. ഷാനിക 8. വിജയ് ചേട്ടൻ എഴുതി ഇട്ടോളാന്ന്. ഓക്കെ, ടോട്ടൽ 16 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ജോൺസൺ മാസ്റ്റർ റൗണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.